നമസ്കാരം. യൂറിക് ആസിഡിൻ്റെ വേദന കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അതായത് അവർക്ക് പെരുവിരലിലൊക്കെ ഭയങ്കര വേദനയായിരിക്കും. വേദന നമുക്ക് കാണുമ്പോഴേ അറിയാൻ പറ്റും, ചില വിരലൊക്കെ കാണുമ്പോൾ. കാരണം നല്ല ചുവന്ന് തുടുത്തിരിക്കും, അതിൽ നീരൊക്കെ വന്ന് അവർക്ക് ചെറിയൊരു ചൂടും ഭയങ്കര വേദനയായിരിക്കും. കാല് നിലത്ത് കുത്താൻ പറ്റില്ല. അങ്ങനെ പല ജോയിൻസിലും പെയിൻ വരുന്ന ഒരു കണ്ടീഷനാണ് യൂറിക് ആസിഡ് കൂടുമ്പോൾ ഉണ്ടാവുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. ഞാൻ ഡോക്ടർ ഗാഥ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടന്റ്, ഒലിവ് ഹോമിയോപ്പതി കീഴ്ശ്ശേരി, മലപ്പുറം ഡിസ്ട്രിക്ട്. ആദ്യം തന്നെ എന്താണ് ഈ യൂറിക് ആസിഡ് എന്ന് നോക്കാം. നമ്മൾ ഭക്ഷണം കഴിച്ച് ഭക്ഷണത്തിനകത്ത് പ്യൂരിൻ എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. ഈ പ്യൂരിൻ വിഘടിച്ചിട്ട് അത് യൂറിക് ആസിഡ് ആയിട്ട് മാറും. യൂറിക് ആസിഡ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ യൂറിക് ആസിഡ് എന്ത് ചെയ്യും, കിഡ്നിയിലൂടെ അത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക, ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് പോകുന്നു. പക്ഷേ ചില കാരണങ്ങളും ഉണ്ട്. ഈ യൂറിക് ആസിഡ് എന്ത് ചെയ്യും, യൂറിക് ആസിഡ് പുറത്തേക്ക് പോകാതെ അത് ജോയിൻസിലൊക്കെ വന്നിട്ട് അടിഞ്ഞുകൂടും. അതായത് മോണോസോഡിയം ക്രിസ്റ്റലൈറ്റ് ആയിട്ട് അടിഞ്ഞുകൂടി നമുക്ക് ഈ ജോയിൻറ്റ് പെയിനൊക്കെ വരും. അങ്ങനെയാണ് ഈ യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സാധാരണ പുരുഷന്മാരിലാണ് ഇത് കൂടുതലായിട്ട് കാണാറുള്ളത്. എന്നിരുന്നാലും സ്ത്രീകളിലും കാണാറുണ്ട്. പുരുഷന്മാർക്ക് 3 മുതൽ 7 വരെയൊക്കെയാണ് അവരുടെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് അത് 6 വരെയാണ്. അപ്പോൾ ഇതിൽ കൂടുതലായി കഴിയുമ്പോൾ, അതായത് ഒരു 7, ചില ആളുകൾക്ക് 7 ഒന്ന് കഴിയുമ്പോഴേക്കേ പെയിൻ വരും. ചില ആളുകൾക്കാട്ടെ 7.5, 8 ആ ഒരു ടൈമിലാവും പെയിൻ തുടങ്ങുക. അപ്പോൾ ഒരു 10 മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കണം. നമ്മൾ ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. സാധാരണയായിട്ട് ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ക്ലിനിക്കിലേക്ക് ജോയിൻറ്റ് പെയിൻ ആയിട്ടാവും വരിക. അപ്പം തന്നെ നമ്മൾ ചോദിക്കും യൂറിക് ആസിഡ് ഉണ്ടോ ഇല്ലേന്ന്. യൂറിക് ആസിഡ് അപ്പോൾ ടെസ്റ്റ് ചെയ്യൽ നിർബന്ധമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ലൈഫ് സ്റ്റൈലിലൊക്കെ യൂറിക് ആസിഡ് കൂടി നിൽക്കുന്ന ആളുകൾ കുറേ അധികം ഉണ്ട്. ഈ യൂറിക് ആസിഡ് കൂടി നിന്ന് ഭയങ്കരമായിട്ട് പെയിൻ വരുന്ന കണ്ടീഷനാണ് ഗൗട്ട് എന്ന് പറയുന്നത് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള വേദനയായിരിക്കും. കാല് നിലത്ത് കുത്താൻ പറ്റില്ല, അത്ര ഒരു പെയിൻ ആയിരിക്കും അവരെ അനുഭവിക്കുന്നുണ്ടാവുക. കാലിൻ്റെ തള്ളവിരലിലാണ് കൂടുതലായിട്ട് കാണാറ്. പക്ഷെ ഉപ്പൂറ്റിയിലും അതുപോലെ തന്നെ കണങ്കാലിലും മറ്റ് ജോയിൻസിലും കൈമുട്ടിനും ഈ കൈയിൻ്റെ റിസ്റ്റിലും ചില ആൾക്ക് വിരലിലൊക്കെ ഈ ഒരു വേദന കാണാറുണ്ട്. ഈ ആർത്രൈറ്റിസിൻ്റെ ഒരു വിഭാഗത്തിൽ വരുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് ഈ യൂറിക് ആസിഡ് കൂടുന്ന ഒരവസ്ഥ. അതികഠിനമായിട്ടുള്ള വേദന, അതുപോലെ നീർക്കെട്ട്, ചുവന്ന് തുടുത്തിരിക്കുക, അതുപോലെ ഒരു ചെറിയ ചൂടും കാണാറുണ്ട്. ഇനി ഇത് കൂടിക്കഴിഞ്ഞാൽ ഒട്ടും കൺട്രോൾഡ് അല്ല എന്നുണ്ടെങ്കിൽ കിഡ്നീസിലൊക്കെ വന്ന് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അത് കിഡ്നി സ്റ്റോണായിട്ട് മാറാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് കൂടി ഒട്ടും കൺട്രോളിലല്ലാത്ത ആളുകൾക്ക് രക്തക്കുഴലിലൊക്കെ വന്നിട്ട് അടിഞ്ഞു കൂടാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസും ഇത് കാരണം ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതിൻ്റെ കാരണങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ജീവിതശൈലിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഒരു പരിധിവരെ ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. കൂടുതൽ റെഡ് മീറ്റിൻ്റെ ഉപയോഗവും, അതുപോലെ മദ്യപാനം, അതുപോലെ തന്നെ ഉറക്കക്കുറവ്, സ്ട്രെസ്സ്, കൂടുതൽ നമ്മൾ പ്രോസസ്ഡ് ജങ്ക് ഫുഡ്സും ഷുഗറി ഐറ്റംസൊക്കെയാണ് കൂടുതൽ കഴിക്കുക. വ്യായാമം കറക്റ്റായിട്ട് ഉണ്ടാവുകയില്ല, ഉറക്കവും കറക്റ്റായിട്ട് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ കാരണമാണ് ഇത് വരാറ്. പക്ഷെ അപ്പോഴും ചില ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഡോക്ടറെ ഞാൻ വെജിറ്റേറിയൻ ആണ്, അല്ലെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് എല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളാണ്, എന്നാലും എനിക്ക് യൂറിക് ആസിഡ് ഉണ്ട്, അല്ലെങ്കിൽ ഈ യൂറിക് ആസിഡ് കുറയുന്നില്ല എന്നൊക്കെ. ജനിതക ഘടനയും ഇതുണ്ടാവാനുള്ള ഒരു കാരണമാണ്. എന്നിരുന്നാലും നമ്മൾ മദ്യപാനമൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ കൂടുതൽ ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ അത് പുറത്തേക്ക് കളയാനാണ് ബോഡി ശ്രമിക്കുക. യൂറിക് ആസിഡ് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ യൂറിക് ആസിഡ് എന്ത് ചെയ്യും, യൂറിക് ആസിഡ് ജോയിൻസിൽ അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് ഈ പെയിൻ വരും. അതാണ് ചിലർ പറയാറെന്ന്. യൂറിക് ആസിഡുള്ള ആളുകൾ തന്നെ അവർ പറയാറുണ്ട്, ഇന്ന് തലേ ദിവസം ബീഫ് കഴിച്ചു അല്ലെങ്കിൽ കുറച്ച് ഡ്രിങ്ക്സ് കഴിച്ചു, അപ്പോഴേക്കും പെയിൻ വന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു മെറ്റബോളിസം അവിടെ ഇല്ലാത്തത് കാരണമാണ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ പെയിൻ വരുന്നത്, എന്തെങ്കിലും കഴിക്കുമ്പോഴേക്ക് തന്നെ പെയിൻ വരുന്നത്. അപ്പോൾ ഇനി ഈ യൂറിക് ആസിഡ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം തന്നെ എക്സസൈസ്, കറക്റ്റായിട്ടുള്ളൊരു വ്യായാമം ശീലം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് വേർക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നത് വഴി നമ്മൾ വെയിറ്റും കുറഞ്ഞു കിട്ടും. നമ്മൾ വെയിറ്റ് കുറയുന്നത് വഴി തന്നെ നമുക്ക് യൂറിക് ആസിഡും കുറയുന്നതായിട്ട് കാണാം. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു എക്സസൈസ് ഉണ്ടെങ്കിൽ ഉറക്കവും കുറേയൊക്കെ മാനേജ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കറക്റ്റായിട്ടുള്ള ഉറക്കവും ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സും കുറേ കുറഞ്ഞു കിട്ടും. അപ്പോൾ എക്സസൈസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊന്നാണ് ഇനി
ഫുഡിൽ വരുത്തേണ്ട കുറച്ച് മാറ്റങ്ങൾ എന്ന് പറയുന്നത്, ഫുഡിൽ നമുക്കറിയാം റെഡ് മീറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് അവോയ്ഡ് ചെയ്യുക. യൂറിക് ആസിഡ് കൂടുതലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ റെഡ് മീറ്റ് പരമാവധി കുറയ്ക്കുക. അതിൽ തന്നെ ബീഫ്, മട്ടൻ, അതുപോലെ തന്നെ ഈ പാർട്സ് ആയിട്ട് കഴിക്കുന്ന ചില ആളുകളുണ്ട്. ലിവർ മാത്രം അല്ലെങ്കിൽ തലച്ചോറ് മാത്രം അങ്ങനെ ആയിട്ട് കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയും കഴിക്കരുത്. അതൊന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെയാണ് ബേക്കറി ഐറ്റംസ്. ഈ ബേക്കറി ഐറ്റംസിലൊക്കെ എന്താ നന്നായിട്ട് ഷുഗർ കണ്ടന്റ് ഉണ്ടാവും. അതുപോലെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പും ഇതിനൊരു റീസൺ ആണ്. അത് നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുമ്പോൾ ഈ ഇഷ്യൂസ് കൂടുതലായിട്ട് വരുന്നത് കാണാറുണ്ട്. പിന്നെ ഒന്നുള്ളതാണ് കടൽ വിഭവങ്ങൾ, മീന്, അതിൽ തന്നെ ഈ ചെറിയ മത്സ്യങ്ങൾ, ഈ ചെമ്മീൻ, കക്ക, എരുന്ത്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. പിന്നെ എണ്ണമെഴുക്കുള്ളത്, അതായത് ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എണ്ണമെഴുക്കുള്ളത്, അതുപോലെ മൈദ അടങ്ങിയത്, ഈസ്റ്റ് കൂടുതൽ അടങ്ങിയത്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം. പിന്നെ അരി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ കൂടുതൽ തവിട് കളയാത്ത അരി അല്ലെങ്കിൽ ബ്രൗൺ റൈസ് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കുറച്ചൊന്ന് ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നമുക്ക് ഓട്സ് കഴിക്കാം, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ആപ്പിളിലുള്ള മാലിക് ആസിഡ് ഈ ഒരു ഇഷ്യൂ കുറയ്ക്കുന്നതായിട്ട് അല്ലെങ്കിൽ നീർക്കെട്ട് കുറയ്ക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ആപ്പിൾ ദിവസം കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് പൈനാപ്പിൾ, അധികം പഴുക്കാത്ത പൈനാപ്പിൾ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ തന്നെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് നമ്മളെ ഈ കറികളിലൊക്കെ നല്ലോണം ആഡ് ചെയ്യാം. അതുപോലെ തന്നെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഓറഞ്ച്, മുസമ്പി അല്ലെങ്കിൽ ക്യാരറ്റ്, ദിവസം ഒരു നെല്ലിക്ക കഴിക്കാവുന്നതാണ്. അതിൻ്റെ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. നമ്മളെ ഇൻഫ്ലമേഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ നട്ട്സിൽ തന്നെ ഫ്ലാക്സ് സീഡ്സ് അല്ലെങ്കിൽ പംകിൻ സീഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഇനി നമുക്ക് യൂറിക് ആസിഡ് കൂടുതലുള്ള ആളുകൾക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് പറയാം. ആദ്യം തന്നെ പച്ചപ്പപ്പായയുടെ വെള്ളം കഴിക്കുന്നത് ചെറുതായിട്ട്, ഇപ്പോൾ ഈ പച്ചപ്പപ്പായ എടുത്തിട്ട് ചെറുതായിട്ട് അരിയുക, എന്നിട്ട് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അതുപോലെ മറ്റൊന്നാണ് ഒരു ഗ്ലാസ്സിലേക്ക് ആപ്പിൾ സിഡർ വിനീഗർ മിക്സ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ്. മറ്റൊന്ന്, ഒരു മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം എടുക്കുക, അതിലേക്ക് ഒരു ഹാഫ് നാരങ്ങ സ്ക്യൂസ് ചെയ്തിട്ട് നമുക്ക് രാവിലെയും വൈകുന്നേരവും കഴിക്കാവുന്നതാണ്. അതായത് പകുതി നാരങ്ങ എടുത്താൽ മതി. കുറേ പഞ്ചസാര അതുപോലെ ഉപ്പൊന്നും കലക്കിയിട്ടല്ല, അല്ലാണ്ട് കുടിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും യൂറിക് ആസിഡ് എത്രയുണ്ട്, ഒരു 8ന്റെ മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ഹോമിയോപ്പതി പാർട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോമിയോപ്പതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആർത്രൈറ്റിസിനൊക്കെ ലഭ്യമാണ്. അതുപോലെ യൂറിക് ആസിഡ് കുറയാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള, അല്ലെങ്കിൽ പെയിന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയാൻ വേണ്ടിയിട്ടുള്ള പാർശ്വഫലരഹിതമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ഞാൻ ഡോക്ടർ ഗാഥ, സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ്, ഒലിവ് ഹോമിയോപ്പതി, കീശ്ശേരി, മലപ്പുറം ഡിസ്ട്രിക്ട്. താങ്ക് യു.